പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ്. ആ കോൺഗ്രസ് നേതാവ് ശ്രീമതി സോണിയാഗാന്ധിയെ കരഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പാർട്ടി വിടുകയാണ്, BJP-യിലേക്ക് പോവുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പാർട്ടി വിട്ട് BJP-യിലേക്ക് പോയില്ല എങ്കിൽ നാളെ എനിക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ നാളെ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ച് BJP-യിലേക്ക് പോയ ഒരുപാട് നേതാക്കന്മാരെ നമുക്കറിയാം. അവിടെയാണ് ശ്രീ P. ചിദംബരം എന്ന എൻ്റെയും നിങ്ങളുടെയും അഭിമാനമായ കോൺഗ്രസ് നേതാവ് വ്യത്യസ്തനാകുന്നത്. ജയിലിലേക്ക് ഇടുമെന്ന് പറഞ്ഞ് വരട്ടുകയല്ല ചെയ്തത്. കാരണം പളനിയപ്പൻ ചിദംബരത്തെ ധനം കൊണ്ട് വാങ്ങിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമല്ല അദ്ദേഹത്തിന്റെ. കാരണം ഇന്ത്യൻ ബാങ്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്കും ഒക്കെ സ്ഥാപിച്ച ഒരു കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്ന ആളെ എത്ര പണം കൊടുത്ത് പർച്ചേസ് ചെയ്യുവാൻ ശ്രമിച്ചാലും P. ചിദംബരം ഇരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. ആ മനുഷ്യനോട് പ്രലോഭനം വഴങ്ങില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രകോപനത്തിന്റെ ഭാഷയായി. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ജയിലിൽ ഇടുമെന്ന് പറയുകയല്ല ചെയ്തത്. 106 ദിവസക്കാലമാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന മനുഷ്യനെ തീഹാർ